back to our YouTube channel. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റേക്കേഷന് വന്നതാണ്. സപ്ത റിസോർട്ട് ആൻഡ് സ്പാ എന്ന് പറഞ്ഞിട്ടുള്ള സുൽത്താൻ ബത്തേരി അല്ലേ, സുൽത്താൻ ബത്തേരി ഉള്ള സപ്ത റിസോർട്ട് ആൻഡ് സ്പാ എന്ന് പറഞ്ഞതില്ല. അപ്പൊ നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ഇൻട്രോ എടുക്കുന്നത് നമ്മൾ ഇവിടുന്ന് പോകുന്ന ദിവസമാണ്. കാരണം ഇന്നലെ നമ്മൾ ഇൻട്രോ എടുക്കാൻ മറന്നുപോയി. ജയ് ഇവിടുന്ന് ബാക്കിൽ ജയ്. അപ്പം ഈ പ്രോപ്പർട്ടിനെ കുറിച്ചും എന്താ പറയാ, നമ്മളവിടുത്തെ സ്റ്റേക്കേഷനെ കുറിച്ചൊരു കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് ഒക്കെ കാണിച്ചു തരാന്ന് വിചാരിച്ച്. ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റുന്ന ഇതാണ് നമ്മളെ റിസോർട്ട്. ആക്ച്വലി ഇതൊരു വലിയ പ്രോപ്പർട്ടിയാണ്. ഇത് ഇതിന്റെ ഒരു സൈഡാണ്, ഇപ്പുറത്തെ സൈഡിലേക്ക് വേറെ ഉണ്ട് ഇതേപോലെ തന്നെ. അതിലാ ഞങ്ങളാ കാണുന്ന ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ നിന്നിരുന്നത്. അതും എല്ലാ റൂമിലും ബാൽക്കണി ഉണ്ട്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണി. പിന്നെ ഇന്റീരിയർ ഒക്കെ തന്നെ ഒരു നല്ല അടിപൊളി, അതായത് ശരിക്ക് എല്ലായിടത്തും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ ഭയങ്കര ഫോട്ടോജനിക്. ഓരോ കോർണേഴ്സും ഇതേപോലെ. ഞങ്ങളിപ്പോ ഫുൾ ഫോട്ടോ എടുക്കലും ഇതൊക്കെ തന്നെ ആയിരുന്നു. അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് നല്ല വീഡിയോയിലേക്ക് പോലെ. ഇവിടെ ഇങ്ങനെ ഒരു പാടമാണ് ഇവിടുത്തെ വ്യൂ. സപ്തയിലേക്കുള്ള എൻട്രൻസ് ഇതാണ്. അതാണ് ലോബി. ലോബിന്നൊരു വാട്ടർ ഫ്രണ്ട് വ്യൂ ആണ്. നമുക്ക് റൂം ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ. ഈ നമ്മളെ റൂം എവിടെ, നമ്മളെവിടെയാ വന്നേ? സപ്ത. വെൽക്കം പറയൂ. വെൽക്കം പറഞ്ഞു. ഫസ്റ്റ് കയറിയാല് ഇവിടെ ഇങ്ങനെ ഒരു വാർഡ്രോബിന്റെ അല്ലേ. ഇത് തുറക്കണോ? ഒരു വാർഡ്രോബ് ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഇത് ഡിലക്സ് റൂം ആണ് അല്ലേ. ഇവിടെ ഇങ്ങനെ ഒരു സിറ്റിംഗ് റൂം. റൂംസ് ഉണ്ട്, ഒരു 64 to 65 അങ്ങനെന്തോ പറഞ്ഞവര്. ഇവിടെ ഒരു സിറ്റിംഗ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു വർക്ക് സ്റ്റേഷൻ പോലെ ഉണ്ട്. വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലേ. പിന്നെ നേരെ ഡയറക്ട്ലി ഇവിടെ ബെഡും പിന്നെ ഈ സൈഡില് ബാത്റൂം ഉണ്ട്, വാഷ്റൂമും. ഇവിടെ ഇങ്ങനെ ഒരു വാഷും, ഇതിന്റെ രണ്ട് സൈഡിലായിട്ട് ഇവിടെ ടോയ്ലറ്റും. അത് കാണിക്കണ്ടല്ലോ, ബാത്ത്. അവിടെ അവിടെ കേട്ടനൊക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഈ ബാൽക്കണിയാണ്. ഇത് ഫുള്ളി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന കേർട്ടൻസ് ആണ്. ഇത് നല്ല വലിയ ബാൽക്കണി അല്ലേ. റൂമിന്റെ ഇങ്ങനെ ബാൽക്കണി കറക്റ്റ്. പിന്നെ ഇതാണ് ഇവിടെ നല്ല വ്യൂ. വ്യൂ ഒക്കെ ഒരു പാടം അല്ലേ. ട്രാക്ടർ എവിടെയോ
അപ്പോൾ നമ്മളെ ലഞ്ച് എത്തിയിട്ടുണ്ട്. നമ്മൾ 2 ഫ്രൈഡ് റൈസും പിന്നെ ഒരു ചില്ലി ചിക്കൻ പിന്നെ ഒരു ചിക്കൻ 65 പറഞ്ഞിട്ടുണ്ട്, 3 ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ 2 ക്രീം ഓഫ് ചിക്കൻ സൂപ്പാണുള്ളത്, പിന്നെ ഉള്ളത് ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീമും ഗുലാബ് ജാമുൻ. എന്തല്ലേ അയ്യോ ജ്യൂസ് ഉണ്ടോ? അതെന്താ? അയ്യോ എന്താ കഴിക്കണേ? ഫ്രൈഡ് റൈസ്. എന്താണ് ഫ്രൈഡ് റൈസ്? നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പുറത്ത് കൂടെ നടക്കാൻ പോയത്. വലിയ പ്രോപ്പർട്ടി ആണോ അല്ലേ? കുറേ റൂംസ് ഒക്കെ ഉണ്ട്. അയ്യോ സേ ഹായ് ബൈ ബൈ. ഇതിപ്പോൾ ഇങ്ങനെ ഒരു അത്യാവശ്യം വലുപ്പമുള്ള പ്രോപ്പർട്ടി. നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് സൈക്ലിംഗ് ചെയ്തു, പിന്നെ ആ ബഗ്ഗി റൈഡിൽ പോയി. ഇതിന് ചുറ്റും അല്ലേ, ഈ ഫുൾ പ്രോപ്പർട്ടി ചുറ്റും നമ്മളവർ ബഗ്ഗി റൈഡിലൊക്കെ കൊണ്ടുപോയി. ഇപ്പം രാത്രി ഫുൾ ലൈറ്റൊക്കെ ആയി. നല്ല രസമുണ്ട് അല്ലേ? അതെ അതെ. ഇത് വേറൊരു റെസ്റ്റോറൻ്റ് അവർ ഇതാക്കിയത്, പക്ഷെ അത് ഓപ്പൺ ആയിട്ടില്ല. അത് ഇനി ആയി വരുന്നേ ഉള്ളൂ. ഓൾറെഡി ഒരു റെസ്റ്റോറൻറ്റ് അത് ഉള്ളിലാണ്. ഇത് വേറെ തന്നെയാന്ന് പറഞ്ഞത്. എങ്ങോട്ടാ പോണേ? ഭക്ഷണം കഴിക്കാനോ? പൂളിൻ്റെ സൈഡിലാണ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുള്ള ഡിന്നർ. സെയ്യും മമ്മയും ഡിന്നറിന് റെഡി ആയി നിൽക്കുകയാണ്. ഹായ് 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 ബൈ. അപ്പം നമ്മൾ ഡിന്നർ കഴിക്കുകയാണ്. ഡിന്നറിന് നമ്മൾ ചപ്പാത്തി അല്ലേ? ഫുൽക്ക ഉണ്ട്, ബീഫ് റോസ്റ്റ് ഉണ്ട്, പിന്നെ ദാൽ കറി, അതുപോലെ തന്നെ ചിക്കൻ കറി ഉണ്ട്. ഇതെന്തായിരുന്നു പറഞ്ഞത്? ആലു ജീര. നെയ്യ് ഇവിടെ ഇരുന്നിട്ട് ചപ്പാത്തി തിന്നുന്നുണ്ട്. അയ്യോ ടേസ്റ്റ് ഉണ്ടോ? ചപ്പാത്തി അമ്മിയാണോ? നെയ്യുവിന് പൊട്ടറ്റോയും ഉണ്ട്, ദാലും ഉണ്ട് അല്ലേ? ഈ ദാലില് മുക്കി മുക്കി തിന്നൂലേ? കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മൾ ഇഡ്ഡലി, മസാല ദോശ, പിന്നെ
നമ്മൾ കുറച്ച് സ്റ്റീം വെജിറ്റബിൾസും ചീസ് ഓംപ്ലേറ്റും മഷ്റൂം ഓംപ്ലേറ്റും ഉണ്ട്. പിന്നെ ഊത്തപ്പം ഉണ്ട്. ശരിക്കും വരെ വെജിറ്റേറിയൻ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? അതെ അതെ, ഇവരെ മെനു ഒക്കെ ലിമിറ്റഡ് ആണ്, പക്ഷെ ഉള്ളതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഊത്തപ്പം ആയാലും മസാല ദോശ ആയാലും ടേസ്റ്റിയാണ്. എന്ത് ചെയ്യാം? എവിടെ സ്പൈഡർമാൻ? ടിവിയിലാ. ഇന്നലെ രാത്രി ഞങ്ങൾ സ്പൈഡർമാൻ ഹോം കമ്മിങ് കാണുന്നുണ്ടായിരുന്നു. അതാണ് അവൻ പറയുന്നത്. ഇപ്പൊ രാവിലെ നീച്ചിട്ട് എവിടെ സ്പൈഡർമാൻ എന്ത് ചെയ്തേ? ഇഷ്ടാണോ? സ്പൈഡർമാൻ എന്ത് ചെയ്തയോ? ഇങ്ങനെ പാറിപ്പോയില്ലേ സ്പൈഡർമാൻ? ജമ്പ് ചെയ്തോ? ക്ലൈംബ് ചെയ്ത് പോയില്ലേ? പൂള് ഇപ്പം ക്ലോസ്ഡ് ആണ്. ഈ കോവിഡ് സർജ് കാരണം ഇപ്പം പൂള് ക്ലോസ്ഡ് ആണ്. ഇതാണ് അതിന്റെ ഒരു മൊത്തത്തിലുള്ള വ്യൂ അല്ലേ? ഇതാണ് ഇവരുടെ ഈ പൂൾ ഏരിയ ആണിത്. ഇൻഫിനിറ്റി പൂളാണ്. ശരിക്കും നല്ല വ്യൂ ഉള്ളൊരു പൂളാണ്. അപ്പോൾ ഇത് കോവിഡ് ആയതുകൊണ്ട് ഓപ്പൺ അല്ല. ഈ കാണുന്നത് തന്നെയാണ് അവരുടെ ഡൈനിങ് സ്പേസ്, പൂൾ വ്യൂ ഒക്കെ ആയിട്ട്. ആ അതെ അതെ, നല്ല അടിപൊളി ഇതാണ്. നമ്മളെ റൂംസും കാര്യങ്ങളൊക്കെ അവിടെ ആയിരുന്നു. പിന്നെ ഇത് ഈ കാണുന്നത് ജിമ്മാണ്. ആ കാണുന്നതാണ് ഇവിടെ ഇങ്ങനെ ഓരോ ഗെയിംസും ബില്ലിയാർഡ്സും പിന്നെ അങ്ങനെ ഫൂട്ബോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിതിൻ്റെ ചുറ്റുഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതിവിടെ ഉള്ള വേറൊരു റെസ്റ്റോറൻ്റാണ്. അവർ ഓപ്പൺ ആയിട്ടില്ല. മറ്റേ റെസ്റ്റോറൻറ്റ് നമ്മൾ ഇന്നലെ ഡിന്നർ കഴിക്കുന്ന കാണിച്ചല്ലോ. ഇതിവിടെ തന്നെ ഉള്ള വേറൊരു റെസ്റ്റോറൻ്റാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് പോവാണ്. ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ ഉറങ്ങും. അപ്പം അമ്മ ഇവനെ ബാക്കിലെ സീറ്റിലാക്കും അല്ലേ? അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ എൻജോയ് ചെയ്ത് ഒന്നുമില്ല, ഒരു കുഞ്ഞു കുട്ടി വ്ലോഗ് അല്ലേ? ചെറിയ സ്റ്റേക്കേഷൻ വീഡിയോ അല്ലേ? ഇഷ്ടായില്ലേ? സപ്ത എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറാ. പിന്നെ അതുമല്ല കൊറേ പേര് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാൻ, റൂം താരിഫും. നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ ഒരു സ്ക്രീന് പോലെ റൂമും താരിഫും. അത് അതിന്റെ ആവശ്യമൊന്നുമില്ല, നെറ്റിലൊന്ന് സെർച്ച് ചെയ്തൊക്കെ കിട്ടാവുന്നതേ ഉള്ളൂ. കിട്ടാവുന്നതാണ്. ബേസിക്കലി നല്ലായിരുന്നു. നല്ലൊരു സ്റ്റേ, നല്ല ഹോസ്പിറ്റാലിറ്റി, നല്ല എന്താ പറയാ. പിന്നെ ഈ സമയം ആയതുകൊണ്ട് അധികം ക്രൗഡും കാര്യങ്ങളൊക്കെ കുറവാണ്. കുട്ടികളെ കൊണ്ട് ധൈര്യമായിട്ട് വരാൻ പറ്റിയൊരു സ്ഥലം തന്നെ. കുറച്ച് കഴിയുമ്പോ ഇനിയിപ്പോ അതൊക്കെ ആൾക്കാരൊക്കെ കൂടാൻ തുടങ്ങും. ഓക്കെ, അതിന്റെ സ്റ്റാർ എടുത്ത് ബായ് വരാൻ നമ്മൾ നിർത്തുക. ബായ് ആയില്ല. ശരി, ബൈ. See you, Mamapapazay.